തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പ്രിയരഞ്ജന് ജീവപര്യന്തം തടവ്, 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ക്ഷേത്രമതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ കൊലപാതകം. CCTV ദൃശ്യങ്ങളാണ് കേസ് തെളിയിക്കാൻ നിർണായകമായതെന്ന് ആദിശേഖരന്റെ അച്ഛൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തെല്ലാമാണ് വിധിയുടെ വിശദാംശങ്ങൾ? മഞ്ജുഷ, ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ പിഴയും. ഈ പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 2023 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. കാട്ടാക്കട പൂവച്ചലിലായിരുന്നു സംഭവം. 15 വയസ്സുകാരനെ, ആദിശേഖർ എന്ന 15 വയസ്സുകാരനെ ബന്ധു കൂടിയായ പ്രതി വാഹനമിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നേരത്തെ തന്നെ ഒരു സംശയം, അതായത് ആദ്യം ഈ അപകടം ഉണ്ടാകുന്നു, അതിനുശേഷം ആദ്യ ദിവസങ്ങളിൽ ഇത് സ്വാഭാവികമായി നടന്ന ഒരു അപകടം എന്ന കരുതലായിരുന്നു. പക്ഷേ പിന്നീട് ക്ഷേത്രത്തിന്റെ ഒരു ക്ഷേത്രമുണ്ട് പരിസരത്ത്, ആ ക്ഷേത്രത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യം പരിശോധിക്കുന്നു. ആ പരിശോധനയിലാണ് ഇതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം എന്ന കാര്യം വ്യക്തമാകുന്നത്. ഇതിന് കാരണമായത് ഈ പ്രതി ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു. ഈ കുട്ടി അത് ചോദ്യം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകം നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ കുട്ടിയെ ഒരിക്കൽ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ച് കുട്ടിയെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചത്. അന്ന് ഒരു ബന്ധുവായ സ്ത്രീ കണ്ടിരുന്നു. അവർ കണ്ടതോടുകൂടി ആ സമയത്ത് കുട്ടിയെ വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും കുട്ടിയെ ആക്രമിക്കുക എന്നൊരു മനോനിലയിലേക്ക് പോയി. ഇയാൾ സ്ഥിരമായി മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. നഗരത്തിലാണ് നേരത്തെ താമസിച്ചിരുന്നത്. ഈ നാട്ടുകാരനാണ്, പൂവച്ചൽ സ്വദേശിയാണ്. ഇടയ്ക്ക് അവിടെ എത്തുകയും സുഹൃത്തുക്കളുമായി ചേർന്ന് മദ്യപിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഈ കൊലപാതകം നടന്ന ദിവസവും മദ്യപിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ്. പ്രതി പോലും കരുതിയിരുന്നില്ല അവിടെ അങ്ങനെ ഒരു CCTV ഉണ്ട് എന്നുള്ള കാര്യം. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്, ആ അമ്പലം മാത്രമാണ് ആ ഭാഗത്തുള്ളത്. അവിടുത്തെ ഓഫീസിനോട് ചേർന്നാണ് ഈ CCTV സ്ഥാപിച്ചിരുന്നത്. ആ CCTV ദൃശ്യങ്ങളിലാണ് കാര്യങ്ങൾ വ്യക്തമായത്. മാത്രമല്ല, ആദിശേഖരനെ ഇടിച്ചിട്ട ശേഷം തൊട്ട് പിന്നാലെ വന്നൊരു കാറിലാണ് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയത്. അപ്പോഴും ഈ പ്രതി പ്രിയരഞ്ജൻ സ്വന്തം വാഹനം മാറ്റിക്കൊടുക്കാതെ റോഡിൽ ഈ വാഹനം നിർത്തിയിടുകയായിരുന്നു. അതായത് പിന്നാലെ വന്ന വാഹനം കുട്ടിയുമായി ആശുപത്രിയിൽ എത്താതിരിക്കാനുള്ള ശ്രമം കൂടി ആ പ്രതി പ്രിയരഞ്ജന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഒരു കാര്യം കൂടി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇത് ബോധ്യപ്പെടുത്താൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആദിശേഖർ കൊലപാതകത്തിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവ്.